ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ്. മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ, തീർച്ചയായിട്ടും ഇസ്രായേൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും കൂടുതൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിൽ തെഹ്റാനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഞാൻ ഇതിന് മുമ്പിട്ടിരിക്കുന്ന വീഡിയോ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ തീർച്ചയായിട്ടും അറ്റാക്ക് നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് നാളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റും. കാരണം ഇന്ന് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഏതാണ്ട് സാറ്റർഡേ കഴിഞ്ഞ് സൺഡേയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സാറ്റർഡേ ഏതാണ്ട് 15 പേരെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. ഈ 15 പേരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല. അതായത് ഇത് ആദ്യത്തെ ദിവസം ഹൈ റാങ്ക് ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാരല്ല ഞാൻ പറയുന്നത്. അതിലുപരിയായിട്ട് ഇസ്മായിൽ ഖാനി എന്ന് പറഞ്ഞത് ഇസ്മായിൽ ഖാനിയെ ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്മായിൽ ഖാനിയെ സാറ്റർഡേ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് ഉദ്യോഗസ്ഥർ, ഇനിയും ടോപ്പ് ലെവലിലുള്ള ഓഫീസേഴ്സിന്റെ പേരുകളൊക്കെ ഇനി വെളിയിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. തെഹ്റാനിൽ മാത്രം, അതായത് ഇറാന്റെ ഉള്ളിൽ സാറ്റർഡേ 70 ഫൈറ്റർ ജെറ്റുകളുമായിട്ട് 40 ടാർഗറ്റുകൾ അറ്റാക്ക് ചെയ്തതായിട്ടാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. നെതന്യാഹു ഒരു 3 മിനിറ്റ് സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. ഈ 3 മിനിറ്റ് സ്പീച്ചിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ കാര്യങ്ങൾ, അതായത് ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഇനി വരും ദിവസങ്ങളിലാണ് നടത്താൻ പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിവിടെ മാപ്പ് കാണിക്കാം, അതിലൂടെ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. അപ്പോൾ ജസ്റ്റ് ക്വിക്കായിട്ട് നിങ്ങളും ആ ഒരു മാപ്പിലൂടെ തന്നെ ഒന്ന് സഞ്ചരിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ F-35 കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയേക്കാം. ഇസ്രായേലിന്റെ F-35 എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റ് രണ്ടാമത്തെ ഫൈറ്റർ ജെറ്റ് അറ്റാക്ക് ചെയ്തതായിട്ട് ഇറാൻ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇതില് പാകിസ്ഥാൻ ബുദ്ധി ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഈ ഒരു വിഷയത്തിൽ ഇസ്രായേലിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ആൻസർ ഉണ്ട്. കാരണം ഈ ഒരു F-35 അവർ കാണിച്ചിരിക്കുന്ന ഒരു ഇമേജ്, അതായത് ഞാൻ കാണിച്ചിരിക്കുന്ന ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ സ്ക്രീൻഷോട്ടിൽ ഇറാന്റെ ഒഫീഷ്യൽ മീഡിയ ഈ ഒരു ഇമേജ് വെച്ചിട്ടാണ് ഈ വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറാന്റെ മെയിൻ സ്ട്രീം മീഡിയ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെട്ട ഇമേജ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇമേജ് കാണിച്ചിട്ടുണ്ട്, എഴുതിയും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സ്റ്റാർ മാർക്ക്, ഇങ്ങനൊരു നക്ഷത്ര അടയാളം ഈ ഒരു എഞ്ചിന്റെ ലാസ്റ്റ് ഭാഗത്ത് ആ ഏരിയയിൽ ഇല്ല. ഒരു F-35 ഇസ്രായേൽ കീപ്പ് ചെയ്യുന്ന ഒരു F-35 ഈ സ്റ്റാർ സിമ്പിൾ ആ ഭാഗത്ത് ഇല്ല. ഇത് പഴയ തകർന്നു വീണ ഏതോ ഒരു മിഗ് വിമാനത്തിന്റെ ഫോട്ടോഗ്രാഫാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഫോട്ടോഗ്രാഫിൽ ഈ ഒരു സ്റ്റാർ ഇമേജ് കൂട്ടിച്ചേർത്ത് ഇത് ഇസ്രായേലിന്റെ F-35 ഇറാൻ അടിച്ച് വീഴ്ത്തിയതാണ് എന്നുള്ള രീതിയിൽ ഒരു റോങ് പ്രൊപ്പഗൻഡ, സൈക്കോളജിക്കൽ വാർ മെത്തേഡ് അനുസരിച്ച് അവർ പുറത്തുവിടുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ വിമാനവും ഞങ്ങൾ അറ്റാക്ക് ചെയ്തു എന്ന് പറയപ്പെടുന്നത്. ഇപ്പം ഇതിനകത്ത് ഒറ്റൊരു ചോദ്യം മാത്രമേ ഉള്ളൂ എനിക്ക്, ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് ചോദിക്കാനുള്ളത്. ഒരു ഇസ്രായേലി എയർക്രാഫ്റ്റ് ഓഫീസറെ അവർ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്, ലേഡിയെ. എന്നാൽ പിന്നെ ആ ലേഡിയെ വെച്ചിട്ട് ഒറ്റ സ്റ്റേറ്റ്മെന്റ് മീഡിയയിൽ കൊടുത്താൽ മതിയല്ലോ. പഠിക്കുന്ന ക്യാപ്റ്റൻ ആയിട്ടുള്ള ആ ഒരു ലേഡി ഓഫീസറിനെ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ മതി, ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരമാവും. അല്ലാതെ സൈക്കോളജിക്കൽ വാർഫെയർ മെത്തേഡിൽ ഞങ്ങൾ ഒരു F-35 അറ്റാക്ക് ചെയ്തു, 2 F-35 അറ്റാക്ക് ചെയ്തു, ഈ രീതിയിൽ പാകിസ്ഥാൻ മോഡൽ ഡയലോഗ് ഇറക്കി കഴിഞ്ഞാൽ അത് ഇന്നത്തെ ഒരു ജനറേഷന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. കോമൺ സെൻസ് ഉള്ള ആർക്കും തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് F-35 കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത്, ഒരു F-35 പോലും ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് IDF ഒരുപാട് ഫുട്ടേജസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മൊത്തം ഫുട്ടേജസ് ആണ്. അതും IDF ഓത്തറൈസ്ഡ് ഫുട്ടേജ് ആണ് പുറത്തിറക്കുന്നത്. കംപ്ലീറ്റ് അവർ അറ്റാക്ക് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ, അതായത് അവർ എയർ ഡിഫൻസ് സിസ്റ്റം അറ്റാക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് ശനിയാഴ്ച രാവിലെ 8:15 മുതൽ അവർ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആയിട്ട് ഫുട്ടേജസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മിസൈൽ ലോഞ്ച് പാഡിൽ വെച്ചിരിക്കുന്ന ആ ഒരു വെഹിക്കിൾ അറ്റാക്ക് ചെയ്ത് കളയുന്നത് കൃത്യമായി വീഡിയോ എടുത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ നടത്തുന്ന എല്ലാ അറ്റാക്കും, നിർണായക അറ്റാക്കുകൾ എല്ലാം തന്നെ അവർ വീഡിയോ ക്യാപ്ചർ ചെയ്ത് പക്കായിട്ട് വെളിയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു ചോദ്യത്തിനും ആവശ്യമില്ല, വളരെ ക്ലിയർ ആണ്, എവിഡന്റ് ആണ്. ഈ മാപ്പിൽ നിങ്ങൾ നോക്കിയോ, ഇതിനകത്ത് തബ്രീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അവിടെ ഓയിൽ ഫീൽഡ് ഉണ്ടായിരുന്നു. ആ ഓയിൽ ഫീൽഡ് അതിന്റെ താഴെ കാണിക്കുന്നുണ്ടല്ലോ, ഓയിൽ ഫീൽഡ്. ആ ഓയിൽ ഫീൽഡിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നോക്കിയോളൂ, ഈ ബുഷർ എന്ന് പറഞ്ഞ സ്ഥലം, ഏറ്റവും താഴെ നേരെ താഴോട്ട് വന്ന് കഴിഞ്ഞാൽ കാണുമ്പോഴും ബുഷർ എന്ന് പറഞ്ഞ സ്ഥലം, ആ ബുഷർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയും ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ തൊട്ട് താഴെ ഇറാന്റെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ആ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് പ്ലാന്റ് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അതിന്റെ തൊട്ടിപ്പുറത്ത് പെട്രോ കെമിക്കൽ സ്റ്റേഷൻ ഉണ്ട്. ആ പെട്രോൾ കെമിക്കൽ സ്റ്റേഷനിൽ ശനിയാഴ്ച രാത്രി, അഥവാ ശനിയാഴ്ച ടു ഞായറാഴ്ചത്തേക്ക് പോകുന്ന ആ ഒരു രാത്രിയിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ വലിയ പുകയോടുകൂടി തീഗോളങ്ങൾ കത്തിപ്പടരുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇറാൻ ഇതുവരെ ഒഫീഷ്യലി കൺഫേം ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷേ ഇസ്രായേലിന്റെ സൈഡിൽ നിന്നായിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും
അത് ഒരു പെട്രോ കെമിക്കൽ സ്റ്റേഷൻ തന്നെയാണ്. അതൊരു ഓയിൽ ഫീൽഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫീൽഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫീൽഡ് അല്ല, ഓയിൽ റിഫൈനറിങ് ചെയ്യുന്ന വലിയ ഓയിൽ ടെർമിനലാണ് അറ്റാക്ക് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. തെഹ്റാനിൽ വളച്ചുള്ള ആക്രമണം. തെഹ്റാനിൽ മൾട്ടിപ്പിൾ അറ്റാക്കിൽ വീണ്ടും IRGCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഹെഡ് ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ അടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. അത് ഇറാൻ വാചകം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ ഉള്ളിൽ മിസൈൽ വിട്ടിട്ടുണ്ട്. 3 മിസൈലുകൾ വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട റഡാർ മാപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ നിങ്ങൾ നോക്കൂ, പ്രാച്ചിൻ എന്ന് പറഞ്ഞ സ്ഥലം. ഈ പ്രാച്ചിൻ എന്ന് പറഞ്ഞ സ്ഥലവും ഇത് മൊത്തത്തിൽ ഈ ഒരു 15 ഓഫീസറോളം കൊല്ലപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആക്രമണങ്ങൾ മൊത്തം. ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഡ്രോൺ അറ്റാക്ക് നടത്തിയതായിട്ടാണ് പറയപ്പെടുന്നത്. ഇറാന്റെ ഉള്ളിൽ തന്നെ. അതിന് ഈ തെഹ്റാനിൽ ആക്രമണം നടത്താൻ, ഈ ഒരു IRGCയുടെ ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആക്രമണം നടത്താൻ IRGCക്ക് ഉള്ളിൽ തന്നെ മൊസാദിന്റെ ഏജന്റിനെ വെച്ച് ഡ്രോൺ അറ്റാക്ക് നടത്തിയതായിട്ടാണ് പറയപ്പെടുന്നത്. അതായത് സ്കൈയിൽ നിന്ന് വന്നാൽ മാത്രമല്ലേ ഇന്റർസെപ്ഷന്റെ സാധ്യതയൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് സ്കൈയിൽ നിന്നല്ല, മറിച്ച് താഴെ നിന്ന് തന്നെ പൊന്തിപ്പോയി അറ്റാക്ക് നടത്തിയതായിട്ടാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഇറാന്റെ സൈഡിൽ നിന്നും വരുന്നുണ്ട്. ഇതൊക്കെ ഇറാന്റെ വീക്ക് പോയിന്റ് ആണ്. 2 വെഹിക്കിൾസ് ആണ് മൊത്തത്തിൽ ഇറാൻ ഇന്ന് ക്യാപ്ചർ ചെയ്തത്. ഈ 2 വെഹിക്കിളും ഡ്രോൺ ട്രാൻസ്പോർട്ടേഷൻ നടത്തിയ വെഹിക്കിൾ ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്, ഇറാന്റെ വാർത്താ മാധ്യമങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ പ്രാച്ചിൻ എന്ന് പറഞ്ഞ സ്ഥലവും ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോസസിംഗ് നടക്കുന്ന സ്ഥലമാണ്. ഈ പ്രാച്ചിൻ എന്ന് പറഞ്ഞ സ്ഥലം ഇതിനു മുമ്പ് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയ സമയത്തും ഇവിടെ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തും കൂടി അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് IAEA പരമാവധി ഈ സ്ഥലങ്ങളെല്ലാം തന്നെ വെരിഫൈ ചെയ്തിട്ട് പറഞ്ഞത് അവിടെ എങ്ങും തന്നെ ന്യൂക്ലിയർ ലീക്കേജ് ഇല്ല എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇറാനും ഈ ഒരു വിഷയം കൺഫേം ചെയ്തിട്ടുണ്ട്, ന്യൂക്ലിയർ ലീക്കേജ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിഷയത്തിൽ ഒരു പരിധിവരെ ആശ്വാസമാണ് എന്നെങ്കിലും നറ്റാൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയ തോതിലുള്ള ന്യൂക്ലിയർ ലീക്ക് ഉണ്ടെന്നാണ് പൊതുവിൽ വാർത്തകൾ പുറത്തു വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ സൈഡിൽ നിന്ന് കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ IAEAയുടെ സൈഡിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്ഫുൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ IAEA ഇറാന്റെ ഉള്ളിൽ പോയിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്ത് IAEAയുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റൊരുത്തരും വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ. അമേരിക്ക ഇറാനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും വന്നിട്ട് ഈ ഒരു ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്യൂ, ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പ്രത്യാഘാതങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇറാൻ അതിനെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇനി നിങ്ങളുമായിട്ട് യാതൊരു ചർച്ചയില്ല, നാളെ നടക്കാനിരിക്കുന്ന, അതായത് സൺഡേ ഒമാനിൽ വെച്ച് നടക്കാനിരിക്കുന്ന ചർച്ച ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അവർ വീറ്റോ ചെയ്തിരിക്കുകയാണ്, ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അറാഖ്, ഇഷ്ഫഹാൻ എന്ന് പറഞ്ഞ സ്ഥലങ്ങളും ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ ഉള്ളിൽ ഇസ്രായേൽ നടത്തിയ മാക്സിമം അറ്റാക്കുകളെല്ലാം തന്നെ ഡ്രോൺ വെച്ച് നടത്തിയതായതുകൊണ്ട് തന്നെ സിറിയയുടെ ബോർഡറിൽ നിന്നും ഇറാഖിന്റെ ബോർഡറിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ അവിടെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് മിസൈൽസും ഇറാന്റെ ഉള്ളിലേക്ക് ഡിപ്ലോയ് ചെയ്തതായിട്ട് ഒരു വാർത്ത വരുന്നുണ്ട്. ഇതിന്റെ കൺഫേംഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നില്ല. ഇത് എങ്ങനെ, ഏത് സാഹചര്യത്തിലാണ് ഇത് വെളിപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ F-35 അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്ന് ഇറാൻ ഫാൾസ് ക്ലെയിം ചെയ്തതിന്റെ പേരിൽ ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് കൊടുക്കപ്പെട്ട എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഇതിനെ കരുതുന്നത്. ഇത് ഇസ്രായേൽ നെസറ്റിന്റെ ഉള്ളിൽ അവിടുത്തെ ചോദ്യത്തിന് കൊടുത്ത ഉത്തരമായിട്ടാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. പിന്നെ 3 ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. ഇതിൽ ടെലവീവിൽ നടന്ന ആക്രമണം മാത്രമാണ് ശനിയാഴ്ച ഫുൾ മീഡിയാസ് എല്ലാം ചർച്ച ചെയ്തത്. പക്ഷേ ബെൻഗുറിയൻ എയർപോർട്ടും അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെ ഇപ്പുറത്ത് കിടക്കുന്ന പ്ലാംചിം ബേസ്, അതും ഇസ്രായേലിന്റെ ഒരു മിലിറ്ററി എയർബേസ് ആണ്. ഈ IDFന്റെ എയർബേസും അതോടൊപ്പം തന്നെയാണ് ഈ ടെലവീവിലെ ആക്രമണവും കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇസ്രായേലിന്റെ സൈഡിലുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 IDF ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട്. ഈ 7 IDF ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും ബെൻഗുറിയൻ എയർപോർട്ടിൽ ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഉണ്ടാവാനും സാധ്യതയില്ല. ഇത് തീർച്ചയായിട്ടും ഈ പ്ലമാച്ചിം എന്ന് പറഞ്ഞ ഈ ഒരു മിലിറ്ററി എയർബേസിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ആ ഒരു മിലിറ്ററി എയർബേസിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് പരിക്കേറ്റത്. ഈ 7 IDF ഓഫീസേഴ്സിനും പരിക്കേറ്റതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് കൺഫേം ചെയ്യാം. ടെലവീവില് 2 സ്ഥലങ്ങൾ, ആ റെസിഡൻഷ്യൽ ഏരിയ, അതേപോലെ തന്നെ ഒരു ഒഫീഷ്യൽ ഹൈ ലെവൽ ടവറുള്ള ആക്രമണം, ഇത് ടെലവീവിൽ നടന്നത്, അത് ഒരു സ്പോട്ടായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ ബെൻഗുറിയൻ എയർപോർട്ടിന്റെ സമീപത്ത് 2ാമത്തെ ഒരു സ്ഥലമായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ ഈ ഒരു മിലിറ്ററി എയർബേസ് പ്ലമാച്ചിം എന്ന് പറഞ്ഞ ഈ ഒരു ഇസ്രായേലിന്റെ മിലിറ്ററി എയർബേസ്, ഇതൊരു 3 സ്ഥലം. ഈ 3 സ്ഥലങ്ങളിലാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ ഇറാന്റെ മിസൈൽ വന്ന് പതിച്ച സ്ഥലങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത് കൺഫേം ആണ് കേട്ടോ, ആൾമോസ്റ്റ് ഇത് 100% ട്രൂത്ത് തന്നെ. സിറിയയ്ക്കുള്ളിൽ നിന്നും ഇറാഖിന്റെ ഉള്ളിൽ നിന്നും ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടത് ഇറാന്റെ റഡാർ സിസ്റ്റംസ് ആണ്. ഈ റഡാർ സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത് തോലച്ച് കളഞ്ഞിരിക്കുന്നത്. അത് അടിച്ച് കളഞ്ഞിട്ട് സാറ്റർഡേ ആഫ്റ്റർനൂൺ ഇസ്രായേൽ ഗഡ്സ് പറഞ്ഞത് ഇറാന്റെ സ്പേസ് വളരെ ഓപ്പൺ ആണ്, വിശാലമായ സ്കൈ ആണ് ഞങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആയി കിടക്കുന്നത്. അതായത് ഏത് നേരത്തും പോയി അറ്റാക്ക് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഇറാൻ എന്നാണ് പറഞ്ഞു വെച്ചിട്ടും അമേരിക്കയുടെ വാഷിംഗ്ടൺ ജേണൽ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ
ഇസ്രായേൽ ശരിക്കും ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് നടത്തിയിരിക്കുന്നത്. തികച്ചും ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇസ്രായേൽ അടുത്ത ലെവൽ നെക്സ്റ്റ് ലെവൽ ആക്രമണത്തിന് തയ്യാറായിരിക്കുകയാണ് എന്നുള്ളൊരു സൂചനയും കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വാഷിംഗ്ടൺ പോസ്റ്റ് ഇങ്ങനെ പറയാനുള്ള കാരണം നാളത്തെ ഒരു ചർച്ചയ്ക്ക് എങ്ങനെയെങ്കിലും ഇറാൻ വന്നാലോ എന്നൊക്കെയുള്ള ഒരു സാഹചര്യം, ഒരു പ്രഷർ ഇടാൻ വേണ്ടിയിട്ടായിരിക്കണം ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സ്വാധീനത്തോടു കൂടി ഇങ്ങനത്തെ വാർത്തകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ അത് ഇസ്രായേലിന് ദോഷം ചെയ്യുന്നതാണ്. കാരണം ഇസ്രായേലിന്റെ ആക്ഷൻ പ്ലാനുകൾ ഇങ്ങനെ അമേരിക്ക പലപ്പോഴായിട്ട് ഇതേപോലെ തുടരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പണ്ട് പെന്റഗണിൽ നിന്നും ഡോക്യുമെന്റ് വരെ ലീക്ക് ചെയ്തിട്ടുണ്ട് ബൈഡന്റെ സമയത്ത്. ഇത് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിന്റെ പണിയാവാം, അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ പണിയാവാം. കാരണം രണ്ടായാലും അമേരിക്ക തന്നെയാണ് ഈ പരിപാടി ചെയ്യുന്നത്. അറ്റാക്കിൽ ശനിയാഴ്ച നടത്തിയ 70 ഫ്ലൈറ്റുകളുടെ അറ്റാക്കിൽ UK ഫ്ലൈറ്റ് ഈ സിറിയയുടെ ബോർഡർ വരെ വന്ന് ഇസ്രായേലിന് ഹെൽപ്പ് ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് ഏത് രീതിയിലുള്ള ഹെൽപ്പാണെന്ന് അറിയത്തില്ല. പക്ഷേ UK സപ്പോർട്ട് ഇസ്രായേലിനുണ്ടെന്നുള്ളത് ഈ ഒരു പ്രവൃത്തി കൊണ്ട് UK തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആയത്തുള്ള ഖമനയുടെ ഹൗസ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആയത്തുള്ള ഖമനയുടെ വസതികൾ ഇതൊക്കെ തന്നെയാണ് ഇനി ടാർഗറ്റ് ലിസ്റ്റിൽ വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഈ ഒരു വാർ നെക്സ്റ്റ് ലെവലിലേക്ക് എസ്കലേറ്റ് ആയി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് 20,000 ബാലിസ്റ്റിക് മിസൈൽസ് ഇറാന്റെ ഉള്ളിലുണ്ട്. ഈ 20,000 ബാലിസ്റ്റിക് മിസൈലുകളും ഞങ്ങൾ തച്ചുടയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം വളരെ വൈബ്രന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ലൊക്കേഷൻ ബൈ ലൊക്കേഷൻ വി വിൽ ടാർഗറ്റ്. ലൊക്കേഷൻ ബൈ ലൊക്കേഷൻ, ഏതൊക്കെ ലൊക്കേഷനിൽ എവിടെയൊക്കെ പൂഴ്ത്തി വെച്ചിരിക്കുന്നു അവിടെ എല്ലാം ഞങ്ങൾ ടാർഗറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബഷറർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏറ്റവും താഴെ ഞാൻ മാപ്പിൽ ആദ്യം കാണിച്ച സ്ഥലത്ത് IRGCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അവിടെ ആ ഹെഡ് ക്വാർട്ടേഴ്സ് ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്ട്രൈറ്റ് ഓഫ് ഹാർമോസിലൂടെ ഇനി ഒറ്റൊരുത്തനും ഇനി ഷിപ്പ് കൊണ്ടുവരണ്ട, ഇതുവഴി ഒരു ട്രാൻസ്പോർട്ടേഷനും വേണ്ട എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഗ്ലോബൽ പ്രഷർ ഇടാൻ വേണ്ടിയിട്ട് ഇറാൻ ചെയ്തൊരു പ്രവൃത്തിയാണെങ്കിലും യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതാണ് എന്നാണ് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ഈ ഒരു സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. കാരണം ഏറ്റവും ഷോർട്ട് കട്ടായിട്ട് യൂറോപ്പിലേക്ക് പോകാനുള്ള ഒരു മാർഗമാണ് ഇറാൻ പൂട്ടി അടയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇറാൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ ചെറുതായിട്ട് നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നുള്ള നിലയിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്നെങ്കിലും അവരുടെ സപ്പോർട്ട് ഇസ്രായേലിനാണെന്നുള്ളത് അവർ ഉറപ്പിച്ചങ്ങ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പോകുന്നത്? എന്നാൽ പിന്നെ യൂറോപ്യൻ യൂണിയൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഏത് സാഹചര്യത്തിലായാലും ശരി യൂറോപ്യൻ യൂണിയൻ എപ്പോഴും ഇങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത ഡയലോഗ് ഡിപ്ലോമസിയാണ് എപ്പോഴും കൊണ്ടുവരുന്നത്. അതുപോലെ ഇന്ത്യ കോൾ സെന്റർ നമ്പർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഉള്ളിലുള്ള ഇന്ത്യൻ സിറ്റിസൺസിന് ആ ഒരു നമ്പറിൽ ബന്ധപ്പെടാം. ആ നമ്പർ ഞാനിവിടെ കാണിക്കാം. ആ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങി വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം കൂടി ഇന്ത്യൻ എംബസി ഒരുക്കുന്നതായിരിക്കും. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് രൺധീർ സിംഗ് ജയ്സ്വാലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഇറാനിൽ പുതുതായിട്ട് എത്ര എലിമിനേഷൻസ് നടന്നിട്ടുണ്ട്, ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ്, ആരൊക്കെയാണ് ഇതിൽ ബന്ധപ്പെട്ട ആൾക്കാർ, ഫർദർ ആയിട്ട് ഇസ്രായേൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. പിന്നെ ഇത് നമ്മുടെ ഒരു മെയിൻ ചാനലാണ്. നമുക്കൊരു സെക്കൻഡറി ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇൻസൈറ്റ്സ് ഗ്ലോബൽ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. അതിലും വളരെ രസകരമായിട്ടുള്ള, മറ്റാരും കവർ ചെയ്യാത്ത രീതിയിലുള്ള, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളും സബ്ജക്റ്റീവ് അനാലിസിസ് ഒക്കെ അതിനകത്ത് വരുന്നതായിരിക്കും. കാരണം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചാനൽ വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ സൈബർ ലോകം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിക്കവറി ഓപ്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഒരു സെക്കൻഡറി ചാനലായിട്ട് അത് റൺ ചെയ്യുന്നത്. എല്ലാ ദിവസവും 2 ചാനലുകളിലും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.